പരിശുദ്ധാത്മാവേ എന്നിൽ വന്നു നിറയണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. നിത്യസ്തുതിക്കേറ്റവും യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്കേറ്റവും യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും വീഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്കേറ്റവും യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും വീഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സ്നേഹമുള്ളവരെ, നാം കൃപയുടെ സമയത്തിലേക്ക് പ്രവേശിക്കുകയാണ്. പിതാവായ ദൈവം തൻ്റെ പുത്രനിലൂടെ വെളിപ്പെടുത്തിയ ആ വലിയ കരുണയെക്കുറിച്ചാണ് നാം ഇന്ന് അനുസ്മരിക്കുക. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ കർത്താവ് ഇന്നും വലിയ കാരുണ്യം ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്നു. അർഹതയുണ്ട് ഇല്ല എങ്കിൽ കൂടി നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലെ ഈ കർത്താവ് നിരന്തരം അവിടുത്തെ സ്നേഹവും കരുണയും വർഷിക്കുമ്പോൾ പ്രിയമുള്ളവരെ, എന്ത് പ്രത്യുത്തരമാണ് നമ്മുടെ ജീവിതത്തിൽ നിന്നും നമുക്ക് അവിടത്തേക്കായിട്ട് നൽകാനുള്ളത്? ഇന്ന് ഈ കരുണയുടെ തിരുമണിക്കൂറിൽ നാം ഓരോരുത്തരുമായിരിക്കുമ്പോൾ യോഹന്നാൻ്റെ സുവിശേഷം 8-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള തിരുവചനങ്ങൾ വായിച്ച് കർത്താവിൻ്റെ വലിയ കരുണയെക്കുറിച്ച് നമുക്ക് ധ്യാനിക്കാം. യേശു ഒരു മലയിലേക്ക് പോയി. അതിരാവിലെ അവൻ വീണ്ടും ദേവാലയത്തിലേക്ക് വന്നു. ജനങ്ങളെല്ലാം അവൻ്റെ അടുക്കലെത്തി. അവൻ ഇരുന്ന് അവരെ പഠിപ്പിച്ചു. വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട ഒരു സ്ത്രീയെ നിയമജ്ഞരും ഫരിസേയരും കൂടെ അവൻ്റെ അടുക്കൽ കൊണ്ടുവന്ന് നടുവിൽ നിർത്തി. അവർ അവനോട് പറഞ്ഞു, ഗുരു, ഈ സ്ത്രീ വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ടവളാണ്. ഇങ്ങനെയുള്ളവരെ കല്ലെറിയണമെന്നാണ് മോശ നിയമത്തിൽ കൽപ്പിച്ചിരിക്കുന്നത്. നീ എന്ത് പറയുന്നു? ഇത് അവനിൽ കുറ്റം ആരോപിക്കാൻ വേണ്ടി അവനെ പരീക്ഷിച്ചുകൊണ്ട് ചോദിച്ചതാണ്. യേശുവാകട്ടെ കുനിഞ്ഞ് വിരൽ കൊണ്ട് നിലത്ത് എഴുതിക്കൊണ്ടിരുന്നു. അവർ ആവർത്തിച്ച് ചോദിച്ചു കൊണ്ടിരുന്നതിനാൽ അവൻ നിവർന്ന് അവരോട് പറഞ്ഞു, നിങ്ങളിൽ പാപം ഇല്ലാത്തവൻ ആദ്യം അവളെ കല്ലെറിയട്ടെ. അവ വീണ്ടും കുനിഞ്ഞ് നിലത്ത് എഴുതിക്കൊണ്ടിരുന്നു. എന്നാൽ ഇത് കേട്ടപ്പോൾ മുതിർന്നവർ തുടങ്ങി ഓരോരുത്തരായി സ്ഥലം വിട്ടു. ഒടുവിൽ യേശുവും നടുവിൽ നിന്നിരുന്ന ആ സ്ത്രീയും മാത്രം ശേഷിച്ചു. യേശു നിവർന്ന് അവളോട് ചോദിച്ചു, സ്ത്രീയെ, അവർ എവിടെ? ആരും നിന്നെ വിധിച്ചില്ലേ? അവൾ പറഞ്ഞു, ഇല്ല കർത്താവേ. യേശു പറഞ്ഞു, ഞാനും നിന്നെ വിധിക്കുന്നില്ല. പോയിക്കൊള്ളുക, ഇനിമേൽ പാപം ചെയ്യരുത്. സ്നേഹമുള്ളവരെ, ഇവിടെ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വരുന്ന ദൈവജ്ഞർക്കും ഫരിസേയർക്കും ഒരേ ഒരു കാര്യം മാത്രമേ അവരുടെ മനസ്സിലുണ്ടായിരുന്നുള്ളൂ. ആ സ്ത്രീയെ കല്ലെറിഞ്ഞ് കൊല്ലണം എന്നുള്ളതായിരുന്നില്ല അവരുടെ വിഷയം. ഈ സ്ത്രീയെ ഒരു കരുവാക്കിക്കൊണ്ട് യേശുവിനെതിരെ എങ്ങനെ പ്രവർത്തിക്കാം എന്ന് മാത്രമാണ് അവർ ചിന്തിച്ചത്. യേശുവിനെതിരെ എങ്ങനെ കുറ്റം ആരോപിക്കാൻ സാധിക്കും? ആ ഒരു ചിന്തയോടുകൂടിയാണ് യേശുവിൻ്റെ അടുക്കിലേക്ക് ഈ വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീയുമായി അവർ കടന്നു വരുന്നത്. അവർ ഈ ഒരു ചോദ്യം ചോദിക്കുമ്പോൾ അവരുടെ മനസ്സിലുണ്ടായിരുന്നത് 2 കാര്യങ്ങളാണ്. ഒന്ന്, യേശു ഇതുപോലെ പ്രഘോഷിക്കുമ്പോൾ ജനങ്ങളെല്ലാം അവനെ അംഗീകരിച്ചു തുടങ്ങി. യേശുവിൻ്റെ പ്രബോധനം തങ്ങളിൽ നിന്നും വ്യത്യസ്തമായ ഒന്നാണ്. തങ്ങൾക്ക് യാതൊരു ഭാരവും ചുമത്താതെ അവർക്ക് മനസ്സിലാക്കാവുന്ന രീതിയിൽ എല്ലാം വളരെ മനോഹരമായി അവരെ പഠിപ്പിച്ചു കൊടുക്കുന്നു. അതുകൊണ്ട് തന്നെ ജനങ്ങൾ അവനെ കൂടുതലായി അംഗീകരിച്ചു കൊണ്ടിരുന്നപ്പോൾ ഇവിടെ ഈ ഒരു ചോദ്യം ചോദിക്കുന്നതിലൂടെ അവർ ഉദ്ദേശിച്ച് ഇത് മാത്രമാണ്. യേശു പറയുകയാണ്, മോശ കൽപ്പിച്ചതുപോലെ ഇവളെ കല്ലെറിഞ്ഞ് കൊല്ലുവിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തങ്ങളുടെ പഠനവും യേശുവിൻ്റെ പഠനവും തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ല. ഇവനും തങ്ങളെപ്പോലെ ഒരുവനാണ് എന്ന് അവർക്ക് വാദിക്കാൻ സാധിക്കും. അതേസമയം യേശു ഇതിന് അനുവദിക്കുന്നില്ല. അവളെ കല്ലെറിഞ്ഞ് കൊല്ലാൻ പാടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ദൈവനിന്ദ കാണിച്ചു എന്ന രീതിയിൽ അവനെതിരെ കുറ്റം ചുമത്താം. ഇങ്ങനെ ഈ 2 ചിന്താഗതിയോടു കൂടിയാണ് യേശുവിൻ്റെ അടുക്കിലേക്ക് ഈ സ്ത്രീയുമായി അവർ കടന്നു വന്നത്. നമ്മളെ ഓരോരുത്തരെയും അറിയാവുന്ന കർത്താവിൻ്റെ മുമ്പിലാണ് ഈ ഒരു പരീക്ഷണവുമായി അവർ കടന്നു വരുന്നത് എന്ന് അവർക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചില്ല.
ഇവരുടെ മനസ്സിലൂടെ കടന്നു പോകുന്ന ചിന്താഗതികളെല്ലാം കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് യേശുവിൻ്റെ പ്രതികരണം ആ ഒരു രീതിയിലായിരുന്നു. ഇവർ ഇതെല്ലാം പറയുമ്പോഴും നിലത്ത് കുനിഞ്ഞ് വിരൽ കൊണ്ട് നിലത്ത് എഴുതിക്കൊണ്ടിരിക്കുകയാണ്, മറിച്ചൊന്നും പറയുന്നില്ല. ഇവർ കൂടുതലായി ചോദിച്ചു കൊണ്ടിരുന്നപ്പോൾ നിവർന്ന് അവരോട് പറയുകയാണ്, നിങ്ങളിൽ പാപം ഇല്ലാത്തവൻ ആദ്യം അവളെ കല്ലെറിയട്ടെ. പ്രിയമുള്ളവരെ, ആ ഒരു വചനം അവരുടെ ഹൃദയത്തിൽ തട്ടുന്ന ഒന്നായിരുന്നു. മറ്റുള്ളവരുടെ പാപം കണ്ടുപിടിക്കാൻ പരിശ്രമിച്ചിരുന്ന തങ്ങൾക്ക് തങ്ങളുടെ പാപാവസ്ഥകളിലേക്ക് നോക്കാൻ സമയമുണ്ടായിരുന്നു എന്നൊരു ചോദ്യം ഇതിലൂടെ അവരോട് കർത്താവ് ചോദിക്കുകയാണ്. നിങ്ങളിൽ പാപമില്ലാത്തവർ ആദ്യം ഇവിടെ കല്ലെറിയട്ടെ എന്ന് പറഞ്ഞപ്പോൾ നിങ്ങളിൽ എത്രമാത്രം പാപമുണ്ടെന്ന് പരിശോധിക്കുവാനാണ് യേശു ഇതിലൂടെ ആവശ്യപ്പെട്ടത്. അവരോരോരുത്തരും മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് നോക്കുന്നത് നിർത്തി പതിയെ പതിയെ തങ്ങളുടെ ജീവിതത്തിലേക്ക് നോക്കുവാൻ തുടങ്ങി. ഒരുപക്ഷെ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലും നമ്മളും ചെയ്യുന്നത് ഇതുതന്നെയല്ലേ? മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് നോക്കി അവരുടെ കുറ്റങ്ങൾ കണ്ടുപിടിക്കുവാൻ നമുക്ക് വളരെ എളുപ്പമാണ്. മറ്റുള്ളവർ ചെയ്തിരിക്കുന്ന ഓരോ കുറ്റങ്ങളും ചൂണ്ടി കാണിച്ചുകൊണ്ട് ഇവൻ ഈ ഒരു തെറ്റ് ചെയ്തു, ആ ഒരു തെറ്റ് ചെയ്തു എന്ന് ഉറക്കെ പറയുവാൻ നമുക്ക് വളരെ എളുപ്പമാണ്. എന്നാൽ കർത്താവ് ഇവിടെ ആവശ്യപ്പെട്ടത് എന്താണ്? നിങ്ങളിൽ പാപമില്ലാത്തവൻ ആദ്യം അവിടെ കല്ലെറിയട്ടെ എന്ന് പറഞ്ഞപ്പോൾ നിങ്ങളെ തന്നെ ഒന്ന് വിലയിരുത്തുവാൻ കർത്താവ് അവരോട് ആവശ്യപ്പെടുകയായിരുന്നു. ആ ഒരു ആവശ്യം അവരുടെ ഉള്ളിലേക്ക് കടന്നു വന്നപ്പോൾ പ്രിയമുള്ളവരെ, പതിയെ അവർ തങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കി. തങ്ങൾ എന്തെങ്കിലും തരത്തിൽ പാപം ചെയ്തിട്ടുണ്ടോ? തങ്ങൾ എത്രമാത്രം പാപത്തിലായാണ് ജീവിക്കുന്നത്? ഇതുവരെ മറ്റുള്ളവരുടെ പാപങ്ങൾ മാത്രമാണ് തങ്ങൾ അന്വേഷിച്ചിരുന്നത്. മറ്റുള്ളവരെ വിധിക്കുവാൻ മാത്രമായിരുന്നു തങ്ങൾക്ക് ആവേശം. എന്നാൽ ഇവിടെ കർത്താവ് ഇപ്പോൾ നിങ്ങളെ തന്നെ വിധിക്കുവാനുള്ളൊരു അവസരം തന്നിരിക്കുകയാണ്. അവരുടെ ജീവിതത്തിലേക്ക് നോക്കിയപ്പോൾ ഈ വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ടവളെ കല്ലെറിഞ്ഞ് കൊല്ലാനുള്ള യോഗ്യത തങ്ങൾക്കില്ല എന്ന ബോധ്യത്തിലേക്ക് അവർക്ക് കടന്നു വരുവാൻ സാധിച്ചു. മുതിർന്നവർ തുടങ്ങി ഓരോരുത്തരായി കല്ലുകൾ താടിയിട്ട് തിരികെ പോയി എന്ന് പറയുമ്പോൾ പ്രിയമുള്ളവരെ, ഓരോരുത്തരും തങ്ങളെ പൂർണ്ണമായി ഒരു പുനഃപരിശോധന നടത്തി എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അവരോരോരുത്തരും തങ്ങളുടെ ജീവിതത്തിലേക്ക് നോക്കി തങ്ങളുടെ ജീവിതത്തിലൂടെ തങ്ങൾ എപ്രകാരമാണ് ദൈവത്തിനെതിരെ പാപം ചെയ്തത്. പ്രിയമുള്ളവരെ, ആ ഒരു പരിശോധന അവരുടെ ജീവിതത്തിൽ വലിയൊരു വഴിത്തിരിവായിട്ട് മാറിയിട്ടുണ്ടാകാം. അതുകൊണ്ട് തന്നെയല്ലേ തങ്ങൾ ചെയ്യുന്നത് ശരിയല്ല എന്ന ബോധ്യത്തിൽ ആ കല്ലുകൾ താഴെയിട്ട് അവർ തിരികെ പോയത്. ഞാൻ തെറ്റ് ചെയ്തു എന്ന് എങ്ങനെയാണ് മറ്റുള്ളവരോട് പറയുക എന്നല്ല അവർ ചിന്തിച്ചത്, മറിച്ച് ഞാനും തെറ്റ് ചെയ്ത ഒരു വ്യക്തിയാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അത് തിരുത്തുവാൻ അവർ തയ്യാറായി എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, അതുതന്നെയല്ലേ കർത്താവ് നമ്മളിൽ നിന്നും ആവശ്യപ്പെടുന്നത്. നിന്റെ ജീവിതത്തിൽ നീ തെറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് തിരിച്ചറിഞ്ഞാൽ അത് തിരുത്തുവാൻ നീ തയ്യാറാവുക. എന്നാൽ അവർക്ക് അതിൻ്റെ രക്ഷ പൂർണ്ണമായി അനുഭവിക്കുവാൻ സാധിച്ചോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും ഇല്ല എന്ന ഉത്തരമായിരിക്കും നമുക്ക് പറയാൻ സാധിക്കുക. കാരണം അവരുടെ ഓരോരുത്തരുടെയും പാപങ്ങൾ ഏറ്റെടുക്കുവാൻ കഴിവുള്ളവനായിരുന്നു അവരുടെ മുമ്പിൽ നിന്നവൻ. അവനെ അവർ തിരിച്ചറിഞ്ഞില്ല. ഈ മുന്നിൽ നിൽക്കുന്ന വ്യക്തിക്ക് ഇതാ തങ്ങളുടെ പാപങ്ങളെല്ലാം ഈ ഒറ്റ നിമിഷം കൊണ്ട് തന്നെ മാറ്റുവാൻ സാധിക്കും എന്നവർ തിരിച്ചറിഞ്ഞില്ല. അതുകൊണ്ട് അവർ പാപികളാണ് എന്ന് തിരിച്ചറിഞ്ഞു. പക്ഷേ ആ പാപഭാരവുമായി അവർ തിരികെ പോയി. എന്നാൽ യേശുവിൻ്റെ മുമ്പിലായിരുന്ന ആ വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ടവൾക്ക് താൻ തെറ്റ് ചെയ്തു പോയല്ലോ എന്ന ഒരു അനുതാപമായിരുന്നു. എനിക്ക് തെറ്റുപറ്റിപ്പോയി, അവർ കല്ലെറിഞ്ഞ് കൊന്നാൽ പോലും എനിക്ക് തിരികെ പറയുവാൻ ഒന്നുമില്ല. അതുകൊണ്ട് യാതൊരു എതിർപ്പും പ്രകടിപ്പിക്കാതെ താൻ തെറ്റുകാരിയാണ് എന്ന് അംഗീകരിച്ചാണ് അവൾ അവിടെ ആയിരുന്നത്. അതുതന്നെയാണ് അവളുടെ ജീവിതത്തിൽ അവളുടെ രക്ഷയ്ക്ക് കാരണമായി മാറിയത്. താൻ തെറ്റ് ചെയ്തവളാണ്, താൻ ശിക്ഷ അർഹിക്കുന്നവളാണ് എന്ന തിരിച്ചറിവിൽ യാതൊന്നും തിരിച്ചു പറയാതെ എല്ലാം അംഗീകരിച്ചുകൊണ്ട്
എന്ത് വിധിയാണോ അവിടുന്ന് നൽകുന്നത് അത് ഏറ്റെടുക്കുവാൻ ഞാൻ തയ്യാറാണ് എന്ന തുറന്ന മനസ്സോടെ അവൾ ആ സന്നിധിയിൽ നിന്നു. മറ്റുള്ള എല്ലാം തങ്ങളുടെ പാപാവസ്ഥകൾ തിരിച്ചറിഞ്ഞ് തിരികെ പോയപ്പോൾ അവർക്ക് തിരികെ പോകുവാൻ ഒരു ഇടവും ഉണ്ടായിരുന്നില്ല. മറിച്ച് ഇവിടെ എന്താണോ അവൻ വിധിക്കുന്നത് അത് ഏറ്റെടുക്കുവാൻ ഞാൻ തയ്യാറാണ്. കാരണം ഞാൻ തെറ്റ് ചെയ്തവളാണ്. ഈ തെറ്റ് ചെയ്ത എനിക്ക് അവൻ പറയുന്ന ഏത് ശിക്ഷയും ഏറ്റെടുക്കുവാനുള്ള അർഹതയുണ്ട് എന്ന തിരിച്ചറിവിൽ അവൾ അവിടെ ആയിരുന്നു. കർത്താവ് നിവർന്ന് നോക്കുമ്പോൾ ചുറ്റും കൂടി ആരും തന്നെ അവിടെ ഉണ്ടായിരുന്നില്ല. ഓരോരുത്തരും തങ്ങളുടെ പാപാവസ്ഥകൾ തിരിച്ചറിഞ്ഞ് തിരികെ പോയപ്പോൾ കർത്താവ് അവളോട് ചോദിക്കുന്നുണ്ട്, മകളെ, നിന്നെ ആരും വിധിക്കുന്നില്ലേ? അവൾ പറഞ്ഞു, ഇല്ല കർത്താവേ. കർത്താവ് അവളോട് പറയുകയാണ്, ഞാനും നിന്നെ വിധിക്കുന്നില്ല, പൊയ്ക്കൊള്ളുക, ഇനിമേൽ പാപം ചെയ്യരുത്. ഞാൻ നിന്നെ വിധിക്കുന്നില്ല എന്ന് പറയുമ്പോൾ കർത്താവ് അവളുടെ മുമ്പിൽ വയ്ക്കുന്ന ഒരേ ഒരു കണ്ടീഷൻ ഇത് മാത്രമാണ്, ഇനിമേൽ നീ പാപം ചെയ്യാൻ പാടില്ല. ഇത് കർത്താവിൻ്റെ കരുണ നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നിരിക്കുന്നു. ആ കരുണ നീ സ്വീകരിക്കുമ്പോൾ നീ തിരികെ എനിക്ക് തരേണ്ടത് ഒന്ന് മാത്രമാണ്, ഇനിമേൽ നീ പാപം ചെയ്യരുത്. പ്രിയമുള്ളവരെ, കർത്താവ് നമ്മോടും ഇത് തന്നെയല്ലേ പറയുന്നത്? കുമ്പസാരക്കൂട്ടിൽ ഒത്തിരിയേറെ വിശ്വാസത്തോടെ നമ്മുടെ പാപങ്ങളെക്കുറിച്ച് ഓർത്ത് മനസ്തപിച്ച് പൂർണ്ണമായ അനുതാപത്തോടെ നമ്മൾ കുമ്പസാരക്കൂട്ടി നമ്മുടെ പാപങ്ങളെല്ലാം ഏറ്റുപറയുമ്പോൾ കർത്താവ് നമ്മോട് പറയുന്നത് ഇത് തന്നെയല്ലേ? നിന്നെ ഞാൻ വിധിക്കുന്നില്ല, പക്ഷെ ഒരേ ഒരു കണ്ടീഷൻ, ഇനിമേൽ നീ പാപം ചെയ്യരുത്. എന്നാൽ വീണ്ടും അതേ പാപങ്ങളുമായി വീണ്ടും കുമ്പസാരത്തിന് അണയുന്നവരല്ലേ നാം ഓരോരുത്തരും? ഞാൻ പറഞ്ഞ പാപങ്ങൾ തന്നെ വീണ്ടും വീണ്ടും ആവർത്തിച്ച് ചെയ്തുകൊണ്ട് യാതൊരു കൂസലുമില്ലാതെ വീണ്ടും ഞാൻ 2 ആഴ്ച മുമ്പ് കുമ്പസാരിച്ചതാണ്, ഇതൊക്കെയാണ് എൻ്റെ പാപങ്ങൾ എന്ന് പറയുമ്പോൾ യാതൊരു മാറ്റവും സംഭവിക്കാത്തവരായിട്ട് നമ്മൾ മാറുന്നുണ്ടെങ്കിൽ പ്രിയമുള്ളവരെ, നമ്മൾ മനസ്സിലാക്കുക, തങ്ങൾ തെറ്റ് ചെയ്തു എന്ന് തിരിച്ചറിഞ്ഞ ഫരിസേയരും നിയമജരും നമ്മളെക്കാൾ ഭേദമാണ്. തങ്ങൾ തെറ്റ് ചെയ്തു എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ അവളെ വിധിക്കുവാൻ അവർ നിൽക്കുന്നില്ല, മറിച്ച് അവർ തിരികെ പോയി. അതേപോലെ തന്നെയാണ് നമ്മളുടെ ജീവിതത്തിൽ യാതൊരു മാറ്റവും സംഭവിക്കുന്നില്ലെങ്കിൽ നമ്മളും നമ്മുടെ പാപഭാരവുമായിട്ടാണ് തിരികെ പോവുക. അതിനാൽ പ്രിയമുള്ളവരെ, ഇന്ന് ഈ ദിവ്യകാണ്ഡനാഥൻ്റെ സന്നിധിയിലായിരിക്കുമ്പോൾ നമ്മളെ തന്നെ പൂർണ്ണമായി കർത്താവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച്, കർത്താവേ, എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഒത്തിരിയേറെ തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട്, ഒത്തിരിയേറെ തിന്മകൾ ഞാൻ ചെയ്തിട്ടുണ്ട്. മറ്റുള്ളവരെ വിധിക്കുവാൻ വേണ്ടിയായിരുന്നു ഞാൻ കൂടുതൽ സമയവും ചെലവഴിച്ചത്. ഒരിക്കൽ പോലും എന്നിലേക്ക് തിരികെ നോക്കുവാൻ ഞാൻ തയ്യാറായില്ല. എന്നെ തന്നെ പൂർണ്ണമായി പരിശോധിക്കുവാനുള്ള സമയം പലപ്പോഴും എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നില്ല. കർത്താവേ, എന്നോട് പൂർണ്ണമായും ക്ഷമിക്കണമേ, എനിക്ക് തെറ്റ് പറ്റിപ്പോയി എന്ന് പറയുവാൻ നമുക്ക് സാധിക്കണം. കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മളെ തന്നെ അംഗീകരിച്ച് നമ്മുടെ തെറ്റുകൾ അവൻ്റെ പക്കലേറ്റ് പറഞ്ഞാൽ തീർച്ചയായും കർത്താവ് നമ്മോട് പറയും, മകനെ, മകളെ, നീ പൊയ്ക്കൊള്ളുക, ഇനിമേൽ പാപം ചെയ്യരുത്. കർത്താവ് നമ്മുടെ ജീവിതത്തിൽ കരുണ കാണിക്കുന്നത് നമ്മുടെ യോഗ്യത കൊണ്ടല്ല എന്ന് നമുക്ക് തിരിച്ചറിയുക. കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മൾ ഓരോരുത്തരും പാപം ചെയ്തവർ തന്നെയാണ്. നമ്മുടെ പാപങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് കർത്താവിൻ്റെ സന്നിധിയിൽ പൂർണ്ണമായി അനുതാപത്തോടെ നമ്മൾ കടന്നു എന്നാൽ തീർച്ചയായും കർത്താവ് നമ്മോട് ക്ഷമിക്കും. നമ്മുടെ ജീവിതത്തിലേക്ക് അവിടുത്തെ വലിയ സ്നേഹം പകർന്നു തരികയും ചെയ്യും. ആ ഒരു ബോധ്യത്തോടെ നമുക്ക് കർത്താവിൻ്റെ ആശീർവാദം ഏറ്റുവാങ്ങാം. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്ക് ആരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്ക് ആരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ,